ദൈവം ഉണ്ടോ? ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദൈവവിശ്വാസികളിൽപ്പെട്ട പലരും മുതിർന്നു കഴിഞ്ഞ് ദൈവവിശ്വാസം വെടിഞ്ഞ് തോന്നിയ രീതിയിൽ ജീവിക്കാൻ തയ്യാറെടുക്കുന്നു എന്നത് ഇന്നത്തെ നിത്യകാഴ്ചയാണ്. വാസ്തവത്തിൽ ദൈവമുണ്ടോ? ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഒന്ന് മാത്രമാണ്. ഈ ലോകത്ത് ഓരോ മനുഷ്യനും കിട്ടിയ ജീവിതം ഈ ഒരു തവണത്തേക്കു മാത്രമാണെങ്കിൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണ രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുകയും അതിൽ അവൻ വിജയിക്കുകയും ചെയ്യണമായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനും, അത് നിരീശ്വരവാദിയാകട്ടെ ഈശ്വരവാദിയാകട്ടെ, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് മരണമടയാൻ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ അപ്പോഴും ധാർമ്മികതയുടെ പേരിലല്ലെങ്കിൽ പോലും ചില നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണുകൾ വീഴുന്നു. അതോടെ അവൻ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതെ മരിച്ചു പോകേണ്ട സ്ഥിതിയും രൂപപ്പെടുന്നു. ഇതാണ് വസ്തുതയെങ്കിൽ ദൈവനിഷേധം കൊണ്ട് ഈ മനുഷ്യന് എന്താണ് നേടാനുള്ളത്? ദൈവവിശ്വാസികൾക്കാവട്ടെ ഒന്നുണ്ട്, ഇവിടെ ലക്ഷ്യപൂർത്തീകരണത്തിനുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഇടമല്ല. ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെടുന്നതും ഇവിടെ ലഭ്യമല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്ന ഒരിടത്തേക്ക് ഈ മനുഷ്യനെ ആ ദൈവം എത്തിക്കും. അതോടെ ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവവിശ്വാസി, പ്രത്യേകിച്ചും ഏകദൈവവിശ്വാസി, സന്തോഷത്തോടെ സമാധാനത്തോടെ മരിക്കുന്നു.